നമുക്കിന്ന് തമിഴ്നാട്ടിലൊരു കല്യാണം കൂടാൻ പോയാലോ. വീരപ്പൻ്റെ നാട്ടിലാട്ടോ ഞങ്ങൾ കല്യാണം കൂടാൻ പോകുന്നത്. സത്യമംഗലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതാട്ടോ അവരുടെ വില്ലേജ്. ഭയങ്കര ബ്യൂട്ടിഫുൾ വില്ലേജ് ആയിരുന്നു. നമ്മൾ ഈ സ്റ്റോറി ബുക്കിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വില്ലേജ്. ഇതാട്ടോ എല്ലപ്പൻ ചേട്ടനും ചന്ദ്രചേച്ചിയും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഹെൽപ്പിന് നിൽക്കുന്നതാണ്. ആളുടെ മോൻ്റെയാണ് കല്യാണം. ഇതാണ് ആളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. ആ സ്ട്രീറ്റൊക്കെ കണ്ടോ, ഭയങ്കര വൃത്തിക്കാട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇതാട്ടോ എല്ലപ്പൻചാണ്ടിൻ്റെ വീട്. എല്ലപ്പൻചാണ്ടി ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ തരുമായിരുന്നു. ഒരു വലിയ കോലമൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. കല്യാണങ്ങൾക്ക് ഇങ്ങനെ വലിയ കോലം ഇടും എന്നാണ് പറഞ്ഞത്. ഇതാണ് ചെറുക്കനെ ആനയിച്ച് കൊണ്ടുവരുന്ന പരിപാടിയാണത്. രാത്രി 11 മണിക്കാട്ടോ ഈ പരിപാടി തുടങ്ങുന്നത്. ഇവരുടെ മുഹൂർത്തം അതിരാവിലെയാണ്. അപ്പോൾ തലേന്ന് രാത്രി തൊട്ടിട്ടാണ് ഇവരുടെ ആഘോഷങ്ങൾ ആരംഭിക്കുക. ആദ്യം ചെറുക്കനെ ആനയിച്ച് കൊണ്ടുവരും. അതിന് ശേഷമാണ് പെൺകുട്ടീനെ ആനയിച്ച് കൊണ്ടുവരിക. പെൺകുട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 മണിയൊക്കെ ആവട്ടോ. അന്നത്തെ രാത്രി ചെറുക്കനും പെണ്ണും അവരുടെ വീട്ടുകാരും ഒന്നും ഉറങ്ങില്ല എന്നാണ് പറഞ്ഞത്. ഇതായിരുന്നു പരിപാടി നടക്കുന്ന മണ്ഡപം. തലേന്ന് തൊട്ട് ഇവർ പരിപാടി നടക്കുന്ന മണ്ഡപം വാടകയ്ക്ക് എടുക്കുകയാണ്. ആ മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ 2 റൂമുകൾ ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ലെഫ്റ്റ് സൈഡിലെ റൂമിലായിരിക്കും പെൺകുട്ടി അന്നത്തെ രാത്രി റെസ്റ്റ് എടുക്കുക. റൈറ്റ് സൈഡിലെ റൂമിലായിരിക്കും ആൺകുട്ടി അന്നത്തെ രാത്രി റെസ്റ്റ് എടുക്കുക. ഇവർക്ക് റെസ്റ്റ് എടുക്കാനൊന്നും അങ്ങനെ സമയമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ആയിട്ടാണ് ആ റൂം യൂസ് ചെയ്യുക മെയിനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ രാത്രി എല്ലാവരും മണ്ഡപത്തിൽ തന്നെ കിടക്കുകയായിരിക്കും. ആരും വീട്ടിൽ പോവില്ല. ഇതായിരുന്നു പെൺകുട്ടീനെ ആനയിച്ചുകൊണ്ടിരുന്ന പരിപാടി. കൊട്ടും പാട്ടും ബഹളമൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങളും ജോയിൻ ചെയ്തു കേട്ടോ. ആ തലയിൽ കൊട്ടയിട്ട് പോകുന്ന ചെറുക്കൻ്റെ അച്ഛനാണ്. പെൺകുട്ടിക്കുള്ള സാരിയും പലഹാരങ്ങളൊക്കെ ആയിട്ടാട്ടോ ചെറുക്കൻ്റെ അച്ഛൻ പോകുന്നത്. ഇതാണ് പെൺകുട്ടി. രാത്രി തൊട്ടിട്ട് ഇവർ മേക്കപ്പ് ഇട്ടിരിക്കണം. അതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഒരു 3 സാരി ചേഞ്ചും ഉണ്ട് ഇവർക്ക്. ഇതെല്ലാം രാത്രി തന്നെ ഇവർക്ക് ചെയ്യുകയും വേണം. കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ആകെ വയ്യാണ്ടാവും. കാര്യം തലേന്ന് രാത്രി തൊട്ടിട്ട് മേക്കപ്പ് ഇട്ട് പിറ്റേന്ന് ഉച്ച വരെ അവരങ്ങനെ നിൽക്കണം. ഇത് പിറ്റേന്ന് രാവിലെ 6 മണിക്കാട്ടോ. 6:30 കല്യാണത്തിന് മുഹൂർത്തം. അപ്പം ഞങ്ങളെല്ലാവരും ഒരു 6 മണിക്ക് തന്നെ ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മുഹൂർത്തത്തിൻ്റെ ടൈമായപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഇങ്ങനൊരു സാധനം തന്നു. നമ്മുടെ നാട്ടിൽ പൂവാണല്ലോ കെട്ടിൻ്റെ സമയത്ത് എറിയുക. ഇത് വേറെ അരി പോലത്തെ എന്തോ ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും കിട്ടുന്ന സമയത്ത് സീറ്റുകളിൽ തന്നെ ഇരിക്കുമായിരിക്കുമല്ലോ. പക്ഷേ ഇവർ കിട്ടുന്ന സമയത്ത് എല്ലാവരും സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വരും. ഇതായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് പോലെയായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. വെജായിരുന്നു കേട്ടോ. കെട്ട് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹൊഗനക്കൽ വാട്ടർഫാൾസിൽ ഈ കൊട്ടവഞ്ചിയിൽ കയറാനായിരുന്നു. എന്ത് രസമായിരുന്നു അറിയാം. പോണ വരെ ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇത് കണ്ടോ, മീനൊക്കെ നമ്മുടെ കൊട്ടവഞ്ചിയുടെ ഉള്ളിലേക്ക് ചാടി വരും. ഒരു 2 മണിക്കൂർ നേരത്തെ യാത്രയാണ്. നമുക്ക് വേണമെങ്കിൽ ആ കാണുന്ന ഐലൻഡിലൊക്കെ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബോളിയും നെയ്യും കൂടെ കഴിച്ചു കേട്ടോ.